നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ വീണ്ടും അതിരൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. നിരപരാധികളായ ആയിരക്കണക്കിന് കുട്ടികളുടെയും സ്ത്രീകളുടെയും വയോധികരുടെയും മേൽ ബോംബ് വർഷിക്കുന്നത് നിങ്ങളെ ഹീറോ ആക്കില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ചരിത്രം നിങ്ങളെ വംശഹത്യക്കാരനായി രേഖപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. എക്സിലൂടെയായിരുന്നു അദ്ദേഹം ഇത്തരത്തിലൊരു രൂക്ഷ വിമർശനം പങ്കുവച്ചത്. മിസ്റ്റർ നെതന്യാഹു, ചരിത്രം നിങ്ങളെ വംശഹത്യക്കാരനായി അടയാളപ്പെടുത്തും. യൂറോപ്പിൽ ദശലക്ഷക്കണക്കിന് ജൂതന്മാരെ കൊന്നൊടുക്കിയവരെ പോലെയാണ് നിങ്ങൾ. വംശഹത്യക്കാരൻ, അവർ ഏത് മതക്കാരനായാലും മതമില്ലാത്തവനായാലും വംശഹത്യക്കാരൻ തന്നെയാണ്. കൂട്ടക്കൊല അവസാനിപ്പിക്കാനെങ്കിലും ശ്രമിക്കൂ എന്നായിരുന്നു ഗുസ്താവോ പെട്രോ പറഞ്ഞത്. നേരത്തെ ഗാസയിൽ ഫലസ്തീനികളെ കൂട്ടക്കൊല ചെയ്യുന്ന നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ഗുസ്താവോ ആവശ്യപ്പെട്ടിരുന്നു. ഇതിനു പിന്നാലെ ഹമാസിനെ പിന്തുണയ്ക്കുന്ന ആന്റി സെമറ്റിക് ആണ് ഗുസ്താവോ പെട്രോ എന്ന് നെതന്യാഹു ആരോപിച്ചിരുന്നു. ഈ ട്വീറ്റിന് മറുപടിയായാണ് പെട്രോ നെതന്യാഹുവിനെതിരെ രംഗത്ത് വന്നത്. ഒക്ടോബർ 7-ന് ഇസ്രായേലിനെതിരായ ആക്രമണത്തിനിടെ തട്ടിക്കൊണ്ടുപോയ ബന്ദികളിൽ ഒരാൾ കൂടി മരിച്ചതായി ഫലസ്തീൻ ഇസ്ലാമിക സംഘടനയായ ഹമാസ് അറിയിച്ചിരുന്നു. തെക്കൻ ഇസ്രായേൽ സമൂഹമായ കിബത്ത് നിരീമിൽ നിന്ന് ബന്ദിയാക്കപ്പെട്ട നദവ് പോപ്പിൾവെൽ ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ പരിക്കേറ്റ് മരിച്ചതായി ഹമാസ് വീഡിയോ പുറത്തുവിട്ടിരുന്നു. ഏറ്റവും പുതിയ വീഡിയോയെക്കുറിച്ച് ഇസ്രായേൽ സൈന്യം ഉടനടി ഒന്നും പ്രതികരിച്ചില്ല. ഹമാസ് പുറത്തുവിട്ട ബന്ദികളുടെ മുൻ വീഡിയോകളെ മാനസിക തീവ്രതയായി അത് പരാമർശിക്കുന്നു. ബന്ദികൾ ഇസ്രായേൽ വെടിവയ്പിൽ കൊല്ലപ്പെട്ടുവെന്ന ഹമാസിന്റെ മുൻ ആരോപണങ്ങളും അവർ നിഷേധിച്ചു. മാത്രമല്ല, ഒരു 51 വയസ്സുകാരന്റെ ഒരു വീഡിയോയും ഹമാസ് പുറത്തുവിട്ടിരുന്നു. മണിക്കൂറുകൾക്ക് ശേഷം രണ്ടാമത്തെ വീഡിയോയിൽ 1 മാസം മുമ്പ് ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ പോപ്പിൾവെൽ മരിച്ചതായി പറഞ്ഞിരുന്നു. ബ്രിട്ടീഷ് പൗരൻ കൂടിയാണെന്ന് പറഞ്ഞ പോപ്പിൾവെലിനെ ഒരു സ്ത്രീ ബന്ദിയാക്കി തടവിലാക്കിയിരിക്കുന്നുവെന്ന് ഹമാസ് പറഞ്ഞിരുന്നു. ഗാസയിലെ ആശുപത്രികൾ ശത്രുക്കൾ തകർത്തതിനാൽ മെഡിക്കൽ സൗകര്യങ്ങളിൽ തീവ്രമായ വൈദ്യസഹായം കിട്ടാത്തതിനാലാണ് അദ്ദേഹം മരിച്ചത് എന്ന ആരോപണവും ഹമാസ് സായുധ വിഭാഗം വക്താവ് അബു ഉബൈദ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഗാസയിൽ ആക്രമണം തുടരുകയാണ്. ഇസ്രായേൽ വലിയ രീതിയിലുള്ള ആക്രമണവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ വെടിനിർത്തലിനായി ഹമാസ് സമ്മതിച്ചിരുന്നു. പക്ഷേ വെടിനിർത്തലിന് ഹമാസ് സമ്മതിച്ചതിൻ്റെ പിറ്റേന്ന് തന്നെ ഗാസയിലെ ചില പ്രദേശങ്ങൾ ഇസ്രായേൽ പിടിച്ചെടുക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ ഒരു യുദ്ധത്തിന് ഒരു അറുതിയില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ, ലോക നേതാക്കന്മാർ ഇസ്രായേലിനെതിരെ ഉയർത്തുന്ന വിമർശനങ്ങൾ പുറത്തേക്ക് വരുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.